അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ രാത്രികളെ സ്വർഗത്തിലേക്ക് വഴിയാക്കുന്ന 3 മഹത്തായ സൂറത്തുകളെക്കുറിച്ചാണ്. ഖുർആനിലെ ഈ 3 സൂറത്തുകൾ പതിവാക്കിയാൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനും ജീവിതത്തിൽ ബർക്കത്ത് വരാനും ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷ നേടാനും അള്ളാഹു പ്രത്യേക അനുഗ്രഹങ്ങൾ ലഭിക്കാനും കാരണമാകുന്നു. നമ്മുടെ നിത്യജീവിതത്തിലുണ്ടാകുന്ന വിഷമങ്ങൾ മാറാനും കടം കുറയാനും മനസ്സിലെ ഭാരങ്ങൾ ലഘൂകരിക്കാനും കുടുംബത്തിൽ സമാധാനം വരാനും ഈ സൂറത്തുകൾ ഉപകരിക്കുന്നതാണ്. നമ്മുടെ നടക്കാത്ത എന്തെല്ലാം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടോ, എല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ, എന്തെല്ലാം അസുഖങ്ങളുണ്ടോ, എല്ലാം ഈ സൂറത്തുകൾ ഓതി ആയിരുന്നാൽ അള്ളാഹു അത് സ്വീകരിക്കുന്നതാണ്. അപ്രധാനപ്പെട്ട സൂറത്തുകളാണ് സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ ദുഹാൻ, സൂറത്തുൽ ഖദർ. ഖുർആനിൽ 30 ആയത്തുള്ളൊരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. ഇത് ഒരാളിന് വേണ്ടി ഈ സൂറത്ത് ആളിന് വേണ്ടി പാവങ്ങൾ പൊറുക്കുന്നതുവരെ നമ്മൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും. ഈ ലോകത്ത് നമ്മൾ പല തെറ്റുകളും ചെയ്യുന്നു. അറിയാതെയും അറിഞ്ഞും പാവങ്ങൾ ഒരുപാട് സംഭവിക്കുന്നു. പക്ഷേ രാത്രി നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് സൂറത്തുൽ മുൽക്ക് പതിവായി ഓതുന്നവനാണെങ്കിൽ നമ്മുടെ ഖബറിൽ ഈ സൂറത്ത് ഒരു ജീവനെന്ന സാക്ഷിയെപ്പോലെ നിൽക്കും. ഖബറിൽ മലക്കുകൾ ചോദ്യം ചെയ്യാൻ വരുമ്പോൾ ഈ സൂറത്ത് പറയും, യാ റബ്ബേ, ഇവ എന്നെ ദിവസവും ഓതിയിരുന്നു, എന്നെ സ്നേഹിച്ചിരുന്നു, അവനെ ശിക്ഷിക്കരുതേ. അങ്ങനെ സൂറത്തുൽ മുൽക്ക് അവൻ്റെ വേണ്ടി ശുപാർശ ചെയ്യും. സൂറത്തുൽ മുൽക്ക് അള്ളാഹുവിനോട് വേണ്ടി നമുക്ക് വേണ്ടി അപേക്ഷിക്കും. ഈ സൂറത്ത് നല്ല ഒരു സുഹൃത്തിനെ പോലെയാണ്. നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്നത് വരെ അള്ളാഹുവിനോട് അപേക്ഷിച്ചു കൊണ്ടേയിരിക്കും. ഇതിലും വലിയ റഹ്മത്ത് എന്താണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടിയുള്ളത്? നമ്മൾ മരിച്ചാലും നമ്മൾ സഹായിക്കാൻ ഈ സൂറത്ത് കൂടെയുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് സൂറത്തുൽ മുൽക്ക് ഉറങ്ങുന്നതിന് മുമ്പ് ഓതണമെന്ന്. കാരണം ഇത് ഖബറിൽ നിന്ന് രക്ഷ ലഭിക്കാനും പാപമാപ്പിന് കാരണമാകാനും ഹൃദയത്തിന് സമാധാനം നൽകാനും ജീവിതത്തിൽ ബർക്കത്തും കൊണ്ടു. പ്രിയമുള്ളവരെ, സൂറത്തുൽ ദുഹാൻ ഖുർആനിലെ 44-ാമത്തെ സൂറത്താണ്. മക്കയിലിറങ്ങിയ സൂറത്താണ്. 59 ആയത്തുകളുള്ള ഈ സൂറത്ത് അള്ളാഹുവിൻ്റെ ശക്തിയും ഖുർആനിൻ്റെ മഹത്വം ആകാശത്തിൽ നിന്നിറങ്ങുന്ന റഹ്മത്തും നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്. ദുഹാൻ എന്നാൽ പുക എന്നാണ് അർത്ഥം. അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പുകളും അവൻ്റെ കരുണയും ഈ സൂറത്തിൽ ഒരുപോലെ കാണാം. പ്രിയമുള്ളവരെ, ഹദീസിൽ പറയപ്പെടുന്നത് വെള്ളിയാഴ്ച രാത്രി അല്ലെങ്കിൽ ഏതൊരു രാത്രിയിലും സൂറത്തുൽ ദുഹാൻ ഓതുന്ന ഒരാളിന് വേണ്ടി 70,000 മലക്കുകൾ രാവും പകലും ഇസ്തിഗ്ഫാർ ചെയ്യും. ചിന്തിച്ച് നോക്കൂ, നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും മലക്കുകൾ നമ്മൾക്കായി പറയും, യാ അല്ലാഹ്, ഇവനെ പൊറുക്കണമേ, യാ അല്ലാഹ്, ഇവൻ്റെ പാപങ്ങൾ മായ്ക്കണമേ. ഇതിൽ വലിയ നന്മ വേറെന്താണ് നമുക്ക് കിട്ടാനുള്ളത്? സൂറത്ത് ദുഹാൻ ഓതുന്നതിലൂടെ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. പാപങ്ങൾ കാരണമാകും. നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ ലഘൂകരിക്കപ്പെടും. മനസ്സിന് സമാധാനവും ശാന്തിയും നൽകും. വീട്ടിൽ ബർക്കത്ത് വന്ന് നിറയും. കടം, വിഷമം, ടെൻഷൻ കുറയാൻ സഹായിക്കും. ഈ ദുആ സ്വീകരിക്കപ്പെടാനുള്ള വഴി തുറക്കും. ദുആ ചെയ്യുന്നു സ്വീകരിക്കപ്പെടാനുള്ള വഴി തുറക്കും ഈ സൂറത്ത്. പ്രിയമുള്ളവരെ, ഈ സൂറത്തിൽ അള്ളാഹു പറയുന്നു, ഇത് ഒരു അനുഗ്രഹമുള്ള രാത്രിയിൽ ഇറക്കപ്പെട്ട ഖുർആനാണ്. ഇത് ലൈലത്തുൽ ഖദറിനെ സൂചിപ്പിക്കുന്നതാണ്. അതിനാൽ സൂറത്ത് ദുഹാൻ രാത്രിയിലെ റഹ്മത്തുമായി ബന്ധപ്പെട്ട സൂറത്താണ്. ഉറങ്ങുന്നതിന് മുമ്പ് ഈ ഒരു സൂറത്ത് ഒരു തവണയെങ്കിലും ഓതിയാൽ ശേഷം കൈ ഉയർത്തി ദുആ ചെയ്യുക. ഓതിക്കഴിഞ്ഞാൽ, യാ അല്ലാഹ്, എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ, എൻ്റെ ഹൃദയം ശുദ്ധീകരിക്കണമേ, എൻ്റെ കുടുംബത്തെ കാക്കണമേ, എന്നെ റിസ്കിൽ ബർക്കത്ത് നൽകണമേ. പ്രിയമുള്ളവരെ, നമ്മൾ പല വഴികളിലൂടെ സമാധാനം അന്വേഷിക്കുന്നു. പക്ഷേ യഥാർത്ഥ സമാധാനം ഖുർആനാണ്. പ്രിയമുള്ളവരെ, സൂറത്തുൽ ഖദർ ഖുർആനിലെ 97-ാമത്തെ സൂറത്താണ്. മക്കയിൽ ഇറങ്ങിയ ഈ സൂറത്ത് വെറും 5 ആയത്തുകൾ മാത്രമാണുള്ളത്. പക്ഷെ അതിൻ്റെ മഹത്വം ആകാശത്തോളം വലിയതാണ്. ഈ സൂറത്തിൽ അള്ളാഹു പറയുന്നു, ലൈലത്തുൽ ഖദർ 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമാണ്. അർത്ഥം എന്താണ്?
83 വർഷത്തിലധികം ഇബാദത്ത് ചെയ്തതിൻ്റെ പ്രതിഫലം ഒരു രാത്രി കൊണ്ട് അള്ളാഹു നൽകുന്ന രാത്രി, അതാണ് ലൈലത്തുൽ ഖദർ. പ്രിയമുള്ളവരെ, സൂറത്തുൽ ഖദർ നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് എത്ര വലുതാണ് എന്നതാണ്. ആ രാത്രിയിൽ മലക്കുകളും റൂഹും അള്ളാഹുവിൻ്റെ അനുമതിയോടെ ഭൂമിയിലേക്ക് ഇറങ്ങുന്നു. രാത്രി മുഴുവൻ സലാം, സമാധാനം. ഫജർ വരെയും ആ രാത്രി സമാധാനമാണ്. സൂറത്തുൽ ഖദർ രാത്രിയിൽ ഓതുന്ന ഒരാളിന് മനസ്സിന് ശാന്തി ലഭിക്കും, പാപമാപ്പിന് വാതിൽ തുറക്കും, ദുആ സ്വീകരിക്കപ്പെടാനുള്ള സാധ്യത കൂടും, ജീവിതത്തിൽ നൂറിറങ്ങും, വീട്ടിൽ ബർക്കത്ത് വരും. ഇത് വെറും ഒരു സൂറത്ത് മാത്രമല്ല പ്രിയമുള്ളവർ, ഇത് പ്രതീക്ഷയുടെ സന്ദേശമാണ്. നമ്മൾ എത്ര വലിയ പാപികളായാലും ഒരു രാത്രിയിൽ എല്ലാം മാറാൻ അള്ളാഹു അവസരം തരുന്നു. ഉറങ്ങുന്നതിന് മുമ്പ് സൂറത്തുൽ ഖദർ ഓതുക. ശേഷം കൈ ഉയർത്തി പറയുക, യാ അല്ലാഹ്, എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ, എൻ്റെ മനസ്സ് ശുദ്ധമാക്കണമേ, എൻ്റെ ജീവിതം നേരെയാക്കണമേ, എൻ്റെ കുടുംബത്തെ കാക്കണമേ. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും പറയും എനിക്ക് സമയമല്ല. പക്ഷേ ഈ സൂറത്ത് വെറും 1 മിനിറ്റാണ്. 1 മിനിറ്റ് അള്ളാഹുവിന് കൊടുത്താൽ അവൻ നമുക്ക് ആഹിറത്ത് മുഴുവൻ നൽകും ഇൻഷാ അല്ലാഹ്. ഇന്ന് നമ്മൾ പറഞ്ഞത് 3 മഹത്തായ സൂറത്തുകളെ കുറിച്ചാണ്. ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ നൽകുന്ന സൂറത്തെ മുൽക്ക്, മലക്കുകൾ നമുക്ക് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന സൂറത്തെ ദുഹാൻ, 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ രാത്രി ഓർമ്മിപ്പിക്കുന്ന സൂറത്ത് ഖദർ. ഈ 3 സൂറത്തുകൾ നമ്മുടെ രാത്രിയുടെ ഭാഗങ്ങളാക്കി മാറ്റിയാൽ നമ്മുടെ പാവങ്ങൾക്ക് മാപ്പ് കിട്ടും, നമ്മുടെ മനസ്സിന് ശാന്തിയും സമാധാനവും കിട്ടും, വീട്ടിൽ ബർക്കത്ത് വന്ന് നിറയും, ഖബറിൽ നമ്മൾ ഒറ്റയ്ക്കാവുകയുമില്ല. ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് മതി, ഒരുപാട് സമയമൊന്നും വേണ്ട ഈ സൂറത്തുകൾ ഓതാൻ വേണ്ടി. സൂറത്തുൽ മുൽക്ക്, സൂറത്ത് ദുഹാൻ, സൂറത്തുൽ ഖദർ. ശേഷം കൈ ഉയർത്തി നമ്മുടെ എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, പാപങ്ങളുണ്ടോ എല്ലാം അള്ളാഹുവിനോട് ദുആ ചെയ്താൽ തീർച്ചയായും അള്ളാഹു തആല സ്വീകരിക്കുന്നതാണ്. യാ അല്ലാഹ്, ഈ 3 സൂറത്തുകൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണമേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, ഞങ്ങളുടെ ഖബർ എളുപ്പമാക്കണമേ, ഞങ്ങളുടെ മനസ്സ് ശുദ്ധമാക്കണമേ, ഞങ്ങളുടെ വീടുകളിൽ സമാധാനവും ബർക്കത്തും നൽകണമേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കാത്തുകൊള്ളണമേ, ഞങ്ങളെ റമദാൻ വരെ എത്തിക്കണേ യാ അല്ലാഹ്. നല്ല അമലുകളോടെ റമദാൻ സ്വീകരിക്കാൻ തൗഫീക്ക് നൽകണമേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞങ്ങളുടെ ദുആ സ്വീകരിക്കണമേ യാ അല്ലാഹ്.